ഹലോ ഗൈസ്, നമുക്കിന്നൊരു ചക്ക എരിശ്ശേരി വെക്കാം കേട്ടോ. അതിന് ഞാനിത് തേങ്ങ, ജീരകം, ചെറിയ ചുള, വെളുത്തുള്ളി ഒന്ന് അരച്ചിട്ട് തരിതരിപ്പായിട്ട് അരച്ച് വെച്ചേക്കാം. കണ്ട, അധികം അരയുന്നില്ല. ഇവിടെ വെച്ചിട്ടുണ്ട് ചക്ക. ഇത് കണ്ട പഴുത്ത ചക്ക മാതിരിയില്ല, ഇത് പച്ചച്ചക്ക കേട്ടോ. ചക്കയും കുറച്ച് ചക്കക്കുരുവും കൂടി ഞാൻ വേവിച്ചിട്ടുണ്ട്. ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാനിത് ഇത്തിരി മഞ്ഞൾപ്പൊടി കുറച്ചേ ഇടുന്നുള്ളതാണ്, ഇത്തിരി മഞ്ഞൾപ്പൊടി. അതേമാതിരി മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടു. ഇത് രണ്ടും മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ ആ തേങ്ങ അരച്ചത് നമുക്കിത് വെന്ത് കഴിയുമ്പോൾ അതിൽ ചേർക്കാം. അപ്പോൾ ചക്ക എരിശ്ശേരി റെഡിയായി. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഞാൻ 2 പ്രാവശ്യം തുറന്ന് ഇളക്കി ഇട്ടു. പിന്നെ ഇപ്പോൾ ഇത് ഒന്നുകൂടി തുറന്ന് നോക്കാം. വെള്ളം വറ്റിയിട്ടുണ്ട്, നല്ലോണം വറ്റിയിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുക്കുക അതിൽ. ചക്ക നന്നായി വെന്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഈ തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കഴുകി ഒഴിക്കാം കേട്ടോ. അത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില അരയ്ക്കുമ്പോൾ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ അരയ്ക്കുമ്പോൾ ചേർത്തില്ല, ഇങ്ങനെ ചേർത്താലും മതി. അതിൻ്റെ മണം കിട്ടിയാൽ പോരെ. നല്ലോണം വെന്തു. ഇത് നമ്മുടെ പ്ലാവല്ല കേട്ടോ, ഇന്തോനേഷ്യനാണ്. അതാണ് ഇപ്പം ഉണ്ടായേക്കണേ. എല്ലാവർക്കും കൊടുത്തു. ഇനി കുറേ പേർക്ക് കൊടുത്തു ഞാൻ വെറുതെ. ഇനി 5-6 കൂടി നിൽപ്പുണ്ട്. പഴുത്തതും പച്ചയൊക്കെ എല്ലാവരും കൊണ്ടുപോയി കഴിച്ചു. അടുത്തുള്ളവരാട്ടോ, അടുത്തുള്ള അയൽപക്കക്കാർക്ക് എല്ലാവർക്കും കൊടുത്തു. എല്ലാവർക്കും സന്തോഷമാണ്. വീട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ സന്തോഷമാണുണ്ടേ. അപ്പോൾ ഞാനിതാ കടുകും ഉഴുന്നുപരിപ്പും വറ്റൽമുളകും ഇട്ടിട്ട് നന്നായി പൊട്ടി ഇത് മൂത്തു. നമുക്ക് ഈ കറിയിലേക്ക് വെച്ചിട്ട് അപ്പോൾ നമ്മുടെ ഇതിൽ വേണമെങ്കിൽ തേങ്ങ കടുക് വറുക്കാം കേട്ടോ. തേങ്ങ വറുത്താലും നല്ലതാണ്. അപ്പോൾ ഞാനിതിൽ തേങ്ങയൊന്നും വറുത്തിട്ടില്ല. ഇങ്ങനെയായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മളിന്ന് കഞ്ഞിയാണ് കഴിക്കാൻ പോണത്. കഞ്ഞിയും ചക്കക്കൂട്ടാനും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കഞ്ഞി ചേട്ടന് വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും കൊടുക്കുമ്പോൾ കഴിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി വേണ്ടേ, അപ്പോൾ നല്ലതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ കഴിക്കാറുണ്ട്. കഞ്ഞി ചക്കപ്പുഴുക്കും അടിപൊളി. ഇത് ചക്ക എരിശ്ശേരിയാണ് കേട്ടോ. ഞാൻ അധികം മുളക് പൊടി അധികം ഇട്ടിട്ടില്ല, അതാണ് ഇങ്ങനത്തെ കളർ. എനിക്ക് മുളക് അധികം ഇഷ്ടമില്ല. ചോറ് വേവുന്നേ ഉള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഞങ്ങളുടെ ആഹാരം എന്ന് പറയുന്നത് കഞ്ഞിയാണ് കേട്ടോ. കഞ്ഞി നെയ്യിട്ട കഞ്ഞി, അച്ചാറുണ്ട്, അടുകപ്പുളി നാരങ്ങ അച്ചാർ, പിന്നെ ചക്കക്കൂട്ടാൻ, ചക്ക എരിശ്ശേരി നല്ല ടേസ്റ്റാണ്, പപ്പടം. ഇത്രയും സാധനങ്ങളാണ് ഞങ്ങളിന്ന് കഞ്ഞി കുടിക്കാറ്. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. ചക്കക്കൂട്ടാൻ അടിപൊളി ടേസ്റ്റാണ്. അച്ചാർ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. വടുകപ്പുളി അച്ചാർ നല്ല ഓണത്തിനൊക്കെ നമ്മൾ ഉണ്ടാക്കില്ലേ, ആ അച്ചാർ അടിപൊളി ടേസ്റ്റാണ്. ഭയങ്കര ഇഷ്ടമാണ്.